വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് സ്ട്രീം. അപ്പോൾ നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമ്മിലെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ റിവിഷൻ ക്ലാസ് 3 ആണ് ഇന്ന്. റിവിഷൻ ക്ലാസ് 1ഉം റിവിഷൻ ക്ലാസ് 2ഉം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും കിട്ടും. അപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ് 3ലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ 5ാമത്തെ ചാപ്റ്റർ വരെയാണ് എടുത്ത് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് 6ാമത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങാം. 6ാമത്തെ ചാപ്റ്റർ ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്താ നോക്കാം. ഫ്രീ കൺസെൻറ്റ് ഇസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആ കോൺട്രാക്റ്റിലെ പാർട്ടികളുടെ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം, അവരുടെ സമ്മതം ഫ്രീ ആയിട്ടുള്ള ഒരു കൺസെൻറ്റ് ആയിരിക്കണം. അവരുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവുള്ളൂ. According to section 14 of the Contract Act, consent is said to be free when it is not caused by, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരം ഒരു കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവണമെങ്കിൽ അവിടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ആ കൺസെൻറ്റിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഫസ്റ്റ് വൺ ഈസ് കൊഹേഷൻ. ഒന്നാമത്തെയാണ് കൊഹേഷൻ. അതൊക്കെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുന്ന വഴിക്ക് പറഞ്ഞു പോവാം. കൊഹേഷൻ. സെക്കൻഡ് വൺ ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. തേർഡ് വൺ ഈസ് ഫ്രോഡ്. ഫോർത്ത് വൺ ഈസ് മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മിസ്റ്റേക്ക്. ഈ 5 കാര്യങ്ങൾ അതായത് ആ കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ സമ്മതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. എങ്കിൽ മാത്രമാണ് ആ കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ് കൊഹേഷൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കൊഹേഷൻ? When a person is compelled to enter into a contract by the use of force by the other party or under threat, coercion said to be employed. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ത്രെട്ട് ചെയ്തുകൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കമ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഒക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് കൊഹേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റിലത്തെ ഒരു പാർട്ടി മറ്റേ പാർട്ടിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ഒക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് കൊഹേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തത് അവിടെ നോക്കേണ്ടത് എഫക്ട്സ് ഓഫ് കൊഹേഷൻ. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊഹേഷൻ്റെ എഫക്റ്റുകൾ. Section 19 of the Contract Act lays down when the consent of a party to contract is obtained by coercion, it is a contract voidable at the option of the party whose consent was so obtained. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ, ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലൊരു കോൺട്രാക്റ്റിൽ വന്നു, അതിൽ കൊഹേഷൻ ഉണ്ടെന്ന്, അതായത് ഒരു വ്യക്തി മറ്റേ വ്യക്തിനെ നിർബന്ധിപ്പിച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെന്നുണ്ടെങ്കിൽ അവിടെ കൊഹേഷൻ ഉണ്ട്. അപ്പോൾ ആരെയാണോ നിർബന്ധിപ്പിച്ച് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചത് ആ വ്യക്തി പറയാണ് എന്നെ നിർബന്ധിപ്പിച്ചിട്ടാണ് ഈ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കേസ് കോടതിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കോടതി പറയും, നിർബന്ധിപ്പിച്ച ആ വ്യക്തിയോട് പറയും, നിങ്ങൾക്ക് തീരുമാനിക്കാം, അതായത് നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലല്ലോ, നിങ്ങളെ നിർബന്ധിപ്പിച്ചത് കൊണ്ടല്ലേ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചത്, അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കോൺട്രാക്റ്റ് ഇനി തുടരണോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണോന്ന്. അപ്പം അതായത് ആ വ്യക്തിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അപ്പം എന്താണ് വോയിഡബിൾ കോൺട്രാക്റ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് വാലിഡ് ആണ്, മറ്റേ വ്യക്തിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് വാലിഡ് അല്ല എങ്കിൽ അതിനെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ആ ഒരു വ്യക്തി, ഏത് വ്യക്തിയാണ് നിർബന്ധിപ്പിച്ചിട്ട് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീരുമാനിക്കാം പിന്നീട് ആ കോൺട്രാക്റ്റ് വാലിഡ് ആക്കണോ അല്ലെങ്കിൽ വോയിഡ് ആക്കണോ എന്ന്. ആ വ്യക്തി പറയാണ് കുഴപ്പമില്ല, ഞാൻ ഈ കോൺട്രാക്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവും. അല്ല അദ്ദേഹം പറയുകയാണ് എന്നെ നിർബന്ധിപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് ഈ കോൺട്രാക്റ്റിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആവും. അതാണ് കൊഹേഷൻ്റെ എഫക്റ്റിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, അത് പഠിക്കണം. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിലടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറസ് എന്ന് പറയുന്നൊരു വേർഡ് വരുന്നുണ്ട്. ഡ്യൂറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹേഷനെ തന്നെയാണ് ഡ്യൂറസ് എന്നും ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കൊഹേഷൻ എന്ന് പറയുന്നു, അതായത് മറ്റൊരു വ്യക്തിയെ നിർബന്ധിപ്പിച്ചുകൊണ്ട്, കമ്പൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ത്രെട്ടൺ ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുക, അതിനെയാണല്ലോ കൊഹേഷൻ എന്ന് പറയുക. അതേ സെയിം അത് തന്നെയാണ് ഈ ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇംഗ്ലീഷ് ലോ പ്രകാരം ഈ കൊഹേഷനെ ഡ്യൂറസ് എന്നാണ് പറയുന്നത്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാം, അതും കൂടി ഒന്ന് നോക്കി വെക്കുക.
ദെൻ അതിലടുത്ത് നോക്കേണ്ടത് എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ദ പാർട്ടി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലത്തെ ഒരു പാർട്ടി എന്ന് പറയുന്നത് നല്ലൊരു അധികാരത്തിലിരിക്കുന്ന ആ ഒരു വ്യക്തിയാവണം. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡോമിനൻ്റ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് മറ്റേ വ്യക്തിനെ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുമ്പോൾ അതിലത്തെ പാർട്ടികൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ റിലേഷൻ? ഒരു വ്യക്തി ഡോമിനേറ്റഡ് പേഴ്സൺ ആയിരിക്കണം, അതിൻ്റെ കീഴിലുള്ള ഒരാളായിരിക്കണം മറ്റേ ആൾ. എന്നിട്ട് ആ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം അതായത് ഒരു കമ്പനിയിലെ എന്താ പറയുക, അതിലത്തെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു മാനേജർ താഴെയുള്ള ഒരു ജോലിക്കാരനോട് പറയാണ്, നീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ജോലി തെറിപ്പിക്കും, അപ്പോൾ നീ എന്തായാലും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്ന് പറയാണ്. അപ്പോൾ ആ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനേറ്റഡ് പേഴ്സൺ ആണ്, ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ വെച്ചുകൊണ്ടാണ് മറ്റേ വ്യക്തിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചത്. അതുകൊണ്ട് അതൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഓക്കെ, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടോപ്പിക്ക് അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതായത് ഈ ഡോമിനേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഡോമിനേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ഡോമിനേറ്റഡ് പൊസിഷനിലിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം മാനേജറും വർക്കറും. മാനേജർ എന്ന് പറഞ്ഞ ഒരു ഡോമിനേറ്റഡ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിൻ്റെ കീഴിലുള്ള വ്യക്തിയാണ് ഈ വർക്കർ. അപ്പോൾ അവർ പിന്നെ ഇൻകം ടാക്സ് ഓഫീസറും അസസിയും. ഇൻകം ടാക്സ് ഓഫീസർ ഒരു ഡോമിനേറ്റഡ് പേഴ്സൺ ആണ്, അതിൻ്റെ കീഴിലുള്ളതാണ് അസസി അല്ലെങ്കിൽ പാരൻ്റ് ചിൽഡ്രൻ. ഇതൊക്കെയാണ് ഡോമിനൻ്റ് പൊസിഷനിലുള്ള പേഴ്സൺസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എഫക്ട്സ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എഫക്ട്സ് കൊഹേഷൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു വ്യക്തി മറ്റേ ആളുടെ ആ ഒരു എന്താ പറയുക പൊസിഷൻ വെച്ചുകൊണ്ട്, ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വെച്ചുകൊണ്ടാണ് മറ്റേ വ്യക്തിനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു. ആ കോൺട്രാക്റ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞാൽ ആരെയാണോ നിർബന്ധിപ്പിച്ചത് ആ വ്യക്തി പോയിട്ട് കോടതിയിൽ കേസ് കൊടുക്കുകയാണ്, എന്നെ നിർബന്ധിപ്പിച്ചിട്ടാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചത് എന്ന് പറയുകയാണെങ്കിൽ കോടതി പറയും അദ്ദേഹത്തിനോട്, നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കോൺട്രാക്റ്റ് ഇനി വാലിഡ് ആക്കണോ അല്ലെങ്കിൽ വോയിഡ് ആക്കണോ. അപ്പോൾ ആ എഗ്രീഡ് പാർട്ടി, അതായത് നമ്മൾ ആരെയാണ് നിർബന്ധിപ്പിച്ചത് ആ വ്യക്തി പറയാണ്, കുഴപ്പമില്ല, ഞാൻ ഈ കോൺട്രാക്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമാണ് എന്ന് പറയുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആകും. അതർവൈസ് ആ കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എഫക്റ്റിലും പറയുന്നത്. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഫ്രോഡ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫ്രോഡ്? വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് the other party or to cause him to enter into a contract, it is said to be fraud. ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഈ കോൺട്രാക്റ്റിൽ കൊണ്ടുവന്നിട്ട് അവനെ മനഃപൂർവ്വം ചതിക്കണം. ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആ വ്യക്തിയെ ചതിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ വ്യക്തിയെ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യക്തിയെ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൽ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ എസ് എ വരുമ്പോഴൊക്കെ ഈ 6ാമത്തെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് പരമാവധിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, പിന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് മാത്രമാണ് സ്കിപ്പ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ എന്താണ് എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് നോക്കാം. എന്തൊക്കെയാണ് ഫ്രോഡിൻ്റെ എലമെൻറ്റ്സ്?
ഫസ്റ്റ് വൺ നോക്കുക. ദ ഫ്രോഡുലൻറ്റ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഫ്രോഡുലൻറ്റ് ആക്ട് ചെയ്താൽ മാത്രമാണ് അവിടെ ഫ്രോഡ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ എലമെൻറ്റ്. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചതിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് പറയാമെന്ന് പറഞ്ഞു. ആ രണ്ട് പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഒരു ഫ്രോഡ് ചെയ്താൽ മാത്രമാണ് അത് ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമാണ് അതൊരു ഫ്രോഡായിട്ട് കൂട്ടുള്ളൂ. അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു സ്ട്രേഞ്ചർ എങ്ങാനും അത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഫ്രോഡായിട്ട് കൂട്ടില്ല. അതാണ് ഒന്നാമത്തെ എലമെൻറ്റ്. രണ്ടാമത്തെ, ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓർ സജഷൻ ഓർ എസർട്ടൈൻ ഓഫ് എ ഫാക്ട് വിച്ച് മസ്റ്റ് ബി ഫോൾസ്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലത്തെ ആ ഫോൺ നാശമായിട്ടുള്ള, അതായത് അതിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിനെ ചതിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ട് പറയാണ് ഈ ഫോൺ നല്ലൊരു ഫോണാണ്, നിങ്ങളത് വാങ്ങിച്ചു എൻ്റെ കയ്യിൽ നിന്ന്, നല്ല അടിപൊളി ഫോണാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്കറിയാം ഞാനാണ് ഇവരെ ചതിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം അതൊരു തെറ്റായൊരു കാര്യമായിരുന്നു എന്ന്. എന്നിട്ടും ഞാനത് മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അത് കൊടുത്തതെങ്കിൽ അത് ഫ്രോഡായിട്ട് നമ്മൾ കൂട്ടും. അതാണ് രണ്ടാമത്തെ എലമെൻറ്റ്. മൂന്നാമത്തെ, ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോൺ തന്നെ പറയാം. എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. അതിൽ ഞാൻ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കിൽ ഒരു ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും മറയ്ക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു സ്റ്റിക്കറോ ഫോൺ കവറോ ഒക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഡിഫോൾട്ട് കൺസീൽ ചെയ്യാൻ, മറച്ച് വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു പാർട്ടീനെ ചതിക്കുകയാണെങ്കിൽ അതും ഫ്രോഡായിട്ട് നമ്മൾ കൂട്ടും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ നാലാമത്തെ, പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. നാലാമത്തെ അഞ്ചാമത്തെയും ഒന്ന് തന്നെയാണ് പറയുന്നത്. ആൻ ആക്ട് ഓർ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് ബി ഡൺ ഓർ മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. അതായത് ഒരു വ്യക്തിനെ ഡിസീവ് ചെയ്യണം, ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നാലാമത്തെ അഞ്ചാമത്തേലും പറയുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ്, ഇഫ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഹാസ് എസ്പെഷ്യലി ബീൻ ഡിക്ലെയർഡ് ബൈ ലോ ടു ബി ഫ്രോഡുലന്റ് ഇറ്റ് എമൗണ്ട്സ് ടു ഫ്രോഡ്. അതായത് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലത്തെ എല്ലാ ഫാക്റ്റുകളും ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് എല്ലാ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഫ്രോഡായിട്ട് കൂട്ടും. ഇറ്റ് എമൗണ്ട്സ് ടു ഫ്രോഡ്. ദെൻ ഏഴാമത്തെ പോയിന്റ്, ദ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റ് ടു എ ഫാക്ട്. രണ്ടാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മീൻ വിൽക്കണ ഒരാൾ നമ്മുടെ അടുത്ത് അദ്ദേഹം തലേ ദിവസം വിറ്റിരുന്ന മീനൊക്കെ നല്ല മീനാണ്. അതുപോലെ തന്നെ വിചാരിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവരികയാണ്, നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് നല്ല മീനാണ്, നല്ല അടിപൊളി മീനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അന്ന് രാവിലെ തന്നെ പിടിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ് നമ്മൾ ആ മീൻ വെച്ച് കഴിയുമ്പോൾ അത് പൊട്ടയായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് കൂട്ടാൻ പറ്റില്ല, ഫ്രോഡായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇന്നലെ വരെ അതുപോലത്തെ മീൻ അദ്ദേഹം കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഗസ്സാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ നിങ്ങളെ ചതിക്കണം എന്ന ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗസ്സാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇമാജിനേഷനാണ് പറഞ്ഞത് എങ്കിൽ അത് നമുക്ക് ഫ്രോഡായിട്ട് കൂട്ടാനായിട്ട് പറ്റില്ല. എട്ടാമത്തെ പോയിന്റ്, ദ അതർ പാർട്ടി മസ്റ്റ് ഹാവ് ബീൻ ഡിസീവ്ഡ്. അതായത് ഒരു കാര്യം ഫ്രോഡായിട്ട് കൂട്ടണമെങ്കിൽ മറ്റേ പാർട്ടി ചതിക്കപ്പെട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ ചതിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷെ അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രോഡായിട്ട് കൂട്ടാൻ പറ്റില്ല. മറ്റേ പാർട്ടി ചതിക്കപ്പെട്ടാൽ മാത്രമാണ് അതൊരു ഫ്രോഡായിട്ട് കൂട്ടാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഒമ്പതാമത്തെ പോയിന്റ്, ദ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് സഫേർഡ് സം ലോസ്. അതായത് ഇങ്ങനെ ഒരു വ്യക്തി മറ്റേ വ്യക്തിനെ ചതിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായെങ്കിൽ അതും നമ്മൾ ഫ്രോഡായിട്ട് കൂട്ടും. അപ്പോൾ ഇത്രയാണ് ഫ്രോഡിൻ്റെ എലമെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ? 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Misrepresentation is a false statement which the person making it honestly believe to be true or which he does not know to be false. ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ ചതിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നല്ല കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് ചില ചില സിറ്റുവേഷൻസ് കൊണ്ട് അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറി. എങ്ങനെയാണെങ്കിൽ അതിനെയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ
ഒരു മെഷീനുണ്ട്, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്നും ആ മെഷീനിൽ നിന്ന് ഓരോ ദിവസവും അദ്ദേഹം 200 ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വെച്ച് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റാൾക്ക് കൊടുക്കുമ്പോൾ പറയുകയാണ്, ഇതിൽ നിന്ന് ഞാൻ ഓരോ ദിവസവും 200 പാക്കറ്റ് ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. മറ്റാളത് ഉണ്ടാക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന് 200 എണ്ണം കിട്ടിയില്ല, 150 എണ്ണം കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്, അല്ലാണ്ട് മറ്റാളെ ചതിച്ചുകൊണ്ടൊന്നല്ല ആ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചില എന്താ പറയുക സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ അതിനെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിസ്റെപ്രസെൻറ്റേഷൻ? 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ അടുത്ത ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റൻഷൻ. ഇൻ മിസ്റെപ്രസെൻറ്റേഷൻ ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ഡിസീവ്. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. അതുപോലെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മിസ്റെപ്രസെൻറ്റേഷനിൽ ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ഡിസീവ്, അതായത് ചതിക്കണം എന്നൊരു ഇൻറ്റൻഷൻ, ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഫ്രോഡ് ഇംപ്ലൈസ് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ബിലീഫ്. ഇൻ മിസ്റെപ്രസെൻറ്റേഷൻ ദ പേഴ്സൺ മേക്കിംഗ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ, whereas in fraud the person making the wrong statement does not believe it to be true. അതായത് മിസ്റെപ്രസെൻറ്റേഷനിലെ കേസിൽ ആരാണോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് ആ വ്യക്തി വിശ്വസിച്ചിരുന്നത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് മുമ്പ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഫ്രോഡിൻ്റെ കേസിൽ മനഃപൂർവ്വം ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് ട്രൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു, അതായത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ്, എഫക്റ്റ് ഓഫ് കോൺസിക്വൻസസ്. In case of fraud, the party agreed can resign the contract and also he can claim damages. അതായത് ഫ്രോഡിൻ്റെ കേസിലാണെങ്കിൽ എന്തെങ്കിലും ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ ദ അഗ്രീഡ് പാർട്ടി ക്യാൻ റിസൈൻ ദ കോൺട്രാക്ട് ബട്ട് കനോട്ട് ക്ലെയിം ഡാമേജസ്. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ ഡാമേജസ് ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഡിസ്കവറി ഓഫ് ട്രൂത്ത്. ഇൻ കേസ് ഓഫ് ഫ്രോഡ് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീഡ് പാർട്ടി ഈവൻ തോ ഇറ്റ് ഹാഡ് ദ മീൻ ഓഫ് ഡിസ്കവറിങ് ദ ട്രൂത്ത് ബൈ ഓർഡിനറി ഡെലിഗൻസ്. അതായത് ഫ്രോഡിൻ്റെ കേസിൽ ആ അഗ്രീഡ് പാർട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. പക്ഷേ മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ അങ്ങനെ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, നോളേജ്. ഇൻ ദ കേസ് ഓഫ് ഫ്രോഡ് ദ പേഴ്സൺ മേക്കിംഗ് ദ റെപ്രസെൻറ്റേഷൻ ഹാവ് ഫുൾ നോളേജ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതായത് ഫ്രോഡിൻ്റെ കേസിൽ ആരാണോ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്, ആരാണോ ചതിച്ചത്, ആ വ്യക്തിക്ക് അറിയായിരുന്നു, അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരുന്നു അത് ശരിയല്ല, തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, മനഃപൂർവ്വം ചതിച്ചതാണല്ലോ. ബട്ട് ഇൻ മിസ്റെപ്രസെൻറ്റേഷൻ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് വിത്തൗട്ട് ദ നോളേജ് ഓഫ് ദ ഫാക്ട്. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വരുത്തിയ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് യാതൊരു വക അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അതാണ് ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ദെൻ അതിൽ നോക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റേക്ക് എന്താണ്? മിസ്റ്റേക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എറോണിയസ് ബിലീഫ് കൺസേണിങ് സംതിങ്. എറോണിയസ് എന്ന് പറഞ്ഞാൽ റോങ് എന്നാണ്, അതായത് തെറ്റായ ബിലീഫ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, എറോണിയസ് ബിലീഫ്, റോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ധാരണേനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് മിസ്റ്റേക്ക് ഈസ് ടു മേക്ക് എ കോൺട്രാക്റ്റ് ഇൻവാലിഡ്. ഒരു കോൺട്രാക്റ്റിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും. അത് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക്. മിസ്റ്റേക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ. മിസ്റ്റേക്കിനെ നമ്മൾ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. ഇനി മിസ്റ്റേക്ക് ഓഫ് ലോനെ നമ്മൾ വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം, അതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്താണ് മിസ്റ്റേക്ക് എന്ന് പഠിക്കണം, മിസ്റ്റേക്ക് ഓഫ് ലോ എന്താണെന്ന് പഠിക്കണം, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്താണെന്ന് പഠിക്കണം, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, പിന്നെ ബയലാട്രൽ മിസ്റ്റേക്ക്, യൂണിലാട്രൽ മിസ്റ്റേക്ക്, അതൊക്കെ പഠിക്കണം.
അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു, മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിലത്തെ ഒരു പാർട്ടി പറയാണ് അത് അദ്ദേഹം എന്തെങ്കിലും ഇന്ത്യൻ ലോക്ക് നിയമവിരുദ്ധമായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചതിന് ശേഷം പറയാണ് എനിക്കതിനെക്കുറിച്ച്, ആ നിയമം ഇവിടെ ഉള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, എനിക്കതിനെക്കുറിച്ച് യാതൊരു വക അറിവോ കാര്യങ്ങളോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയില്ല. കാരണം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിലത്തെ ലോനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാകണം. അവിടെ ഒരു റൂൾ വരുന്നത് ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്, അതായത് ലോ അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കൂട്ടില്ല. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിനിലത്തെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു, അവിടുത്തെ ആ ഒരു റൂളിനെതിരായിട്ടാണ് ആ കോൺട്രാക്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് ഞാൻ ഇന്ത്യയിലുള്ള ഒരാളാണ്, എനിക്ക് അവിടുത്തെ നിയമത്തെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഫോറിൻ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് പറയും എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റ് വോയിഡ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം എന്ന് പറയും. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ ഫോറിൻ ലോക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഇന്ത്യൻ ലോക്കെതിരെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. Then എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്? മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓർ എനി ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ് ഈസ് നോൺ ആസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അതായത് നമ്മുടെ കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ, അതായത് നമ്മുടെ അഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. അതും 2 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. അപ്പോൾ എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് നോക്കാം. വെർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അതായത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട് അല്ലെങ്കിൽ അതിലത്തെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുക. ആ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബോത്ത് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ദെൻ എന്താണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് നോക്കാം. ദിസ് ഈസ് എ സിറ്റുവേഷൻ വെർ ഓൺലി വൺ പാർട്ടി ഈസ് അണ്ടർ എ മിസ്റ്റേക്ക്, ഇറ്റ് വിൽ നോട്ട് ഇൻവാലിഡ് ദ അഗ്രിമെൻറ്റ്. അതായത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 2 പാർട്ടിയുടെ ഭാഗത്തുനിന്നും. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ഫാക്ട് അല്ലെങ്കിൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുക. ആ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്നാണ് മാത്രമെങ്കിൽ അതിനെയാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കണം. പിന്നെ 7ാമത്തെ ചാപ്റ്റർ അതിലൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ച് പോവാം. അത്രേ ഉള്ളൂ 7ാമത്തെ ചാപ്റ്റർ കേട്ടോ. ദെൻ നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. 8ാമത്തെ ചാപ്റ്റർ നമ്മൾ 6ാമത്തെയും 2ാമത്തെയും പറഞ്ഞ പോലെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. എന്നാലും അതിൽ കുറച്ച് 4 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ നോക്കാനുണ്ട്. അത് നോക്കണം. ആദ്യം എന്താണ് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് നോക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ G ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് ലോ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ, അതായത് ലോ ഇല്ലാത്ത അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കുറച്ച് എഗ്രിമെൻറ്റുകളൊക്കെ വോയിഡ് എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് എന്തായാലും നോക്കി പോവുക. ഇപ്പോൾ എന്താ പറയുക, എഗ്രിമെൻറ്റ് വിത്ത് അൺലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ്, അതായത് ഒരു പ്രത്യേക ഒബ്ജക്റ്റോ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ കൂടാതെയുള്ള എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. റീസ്ട്രെയിൻഡ് ഓഫ് മാരേജിൻ്റെ എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അങ്ങനെയുള്ള പേരുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. പിന്നെ ഇതിൽ നോക്കേണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് വേജറിങ് എഗ്രിമെൻറ്റ്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് നോക്കാം. എ വേജറിങ് contract is one in which reciprocal promises are made to give money or something value upon the result of a future uncertain event with regard to which the party hold opposite views. അതായത്
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാച്ച് നടക്കുന്ന സമയത്ത് പറയാണ്, ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 10,000 തരാം, അതായത് ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ നീ എനിക്ക് 10,000 തരണം. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. രണ്ട് വ്യക്തികളും തമ്മിൽ ഒരു, അതായത് ഓപ്പോസിറ്റായിട്ട്, അതായത് ഒരാൾ അങ്ങോട്ടും മറ്റൊരാൾ തിരിച്ചങ്ങോട്ടും കോൺട്രാക്റ്റ് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? പൈസയ്ക്ക് അല്ലെങ്കിൽ പൈസയായിട്ട് ബന്ധപ്പെട്ട്, മണി ഓർ മണി വർത്ത്, പൈസയ്ക്കോ അല്ലെങ്കിൽ പൈസയുടെ അത്ര തന്നെ മൂല്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കണം. അപ്പോൾ വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു അൺസേർട്ടൺ ഈവൻ്റ് ആയിരിക്കണം. രണ്ടുപേരും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് വ്യൂസ് ഉണ്ടായിരിക്കണം. പിന്നെ മണി ഓർ മണി വർത്ത്, പൈസയോ അല്ലെങ്കിൽ പൈസയുടെ അത്ര മൂല്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടിയാണ് അവർ എഗ്രിമെൻ്റ് കൂടിയതെങ്കിൽ അതിനെയാണ് വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലടുത്ത് നോക്കേണ്ടത് എസെൻഷ്യൽസ് ഓഫ് വേജറിങ് എഗ്രിമെൻറ്റ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് വേജറിങ് എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽസ്? ഫസ്റ്റ് വൺ ഈസ് അൺസേർട്ടൺ ഈവൻ. ഇൻ വേജറിങ് എഗ്രിമെൻറ്റ് ദർ മസ്റ്റ് ബി 2 persons ഹോൾഡിംഗ് ഓപ്പോസിറ്റ് വ്യൂസ് എബൌട്ട് ആൻ അൺസേർട്ടൺ ഈവൻ. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് ഓപ്പോസിറ്റ് വ്യൂസിൽ, അതായത് ഒരു വ്യക്തി അങ്ങോട്ടും തിരിച്ചങ്ങോട്ടും, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും തിരിച്ചൊരു ഓപ്പോസിറ്റ് വ്യൂവിൽ രണ്ട് വ്യക്തികൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ആവണം. എങ്കിലാണ് അതൊരു വേജറിങ് കോൺട്രാക്റ്റ് ആവുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. ഇൻ എ വേജർ ദർ ആർ 2 sides വിത്ത് മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലും ആർക്ക് വേണമെങ്കിലും നഷ്ടം വരാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ലോസ് വരാം. ഒരാൾക്ക് നഷ്ടം വരാം അല്ലെങ്കിൽ ഒരാൾക്ക് ലോസ് വരാം. അങ്ങനെ ഒരു മ്യൂച്വൽ ചാൻസസ്, അല്ലാതെ ഒരാൾക്ക് തന്നെ എന്തായാലും നഷ്ടം വരുമെന്ന ഉദ്ദേശത്തോടു കൂടി ആവരുത്. രണ്ട് പേരിൽ ആർക്ക് വേണമെങ്കിലും ലോസ് അല്ലെങ്കിൽ ഗെയിൻ വരാം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. മൂന്നാമത്തെ, നെയ്തർ പാർട്ടീസ് കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. അതായത് ഇൻ എ വേജറിങ് അഗ്രിമെൻറ്റ് നോ പാർട്ടി ഹാസ് കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. ഇപ്പോൾ മഴ പെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. നാളെ മഴ പെയ്താൽ നീ എനിക്ക് 10,000 തരണം, അല്ല നാളെ മഴ പെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് 10,000 തരാമെന്ന് പറയുമ്പോൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിലത്തെ പാർട്ടി എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലത്തെ ഒരാളാവാൻ പാടില്ല. കാരണം ആ ആൾക്ക് ആ മഴ പെയ്യോ പെയ്യില്ലേ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു നോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആവാനായിട്ട് പാടില്ല. ദെൻ നാലാമത്തെ പോയിന്റ്, നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദ ഈവൻ. അതായത് നമ്മൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ വരുമ്പോൾ അത് മണി അല്ലെങ്കിൽ മണി വർത്ത്, പൈസയ്ക്കോ അല്ലെങ്കിൽ പൈസയായിട്ട് വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആവണം. പക്ഷെ അവിടെ വേറൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അതിൽ വരാനായിട്ട് പാടില്ല. അഞ്ചാമത്തെ പോയിന്റ്, പ്രോമിസ് ടു പേ മണി ഓർ മണി വർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പൈസയ്ക്കോ അല്ലെങ്കിൽ പൈസയായിട്ട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആറാമത്തെ, ദ ബെറ്റ് മണി ഷുഡ് കം ഔട്ട് ഓഫ് ദ പോക്കറ്റ് ഓഫ് ദ പാർട്ടീസ് ദംസെൽഫ്. ആ പൈസ, അതായത് രണ്ടുപേരും തമ്മിൽ ഒരു പൈസയ്ക്കാണല്ലോ ഒരു കോൺട്രാക്റ്റിൽ വന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ വേജറിങ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ആ പൈസ അവർ സ്വയം കൊടുക്കണതാവണം. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണ് നാളത്തെ മാച്ചിൽ ഇന്ത്യ ജയിച്ചാൽ അവൻ നിനക്ക് 10,000 തരും, അല്ലെങ്കിൽ ഇവൾ നിനക്ക് 10,000 തരും, അങ്ങനെ പറയരുത്. അവർ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളതാവണം. എങ്കിലാണ് അതൊരു വേജറിങ് അഗ്രിമെൻ്റ് ആവുള്ളൂ. അപ്പോൾ അതാണ് എസെൻഷ്യൽസ്, അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിൽ വരുന്നത് എക്സെപ്ഷൻസ് ഇൻ ദ വേജറിങ് എഗ്രിമെൻറ്റ്. വേജറിങ് എഗ്രിമെൻറ്റിൽ ഏതൊക്കെയാണ് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ അതൊന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പോർഷൻസ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് അടുത്ത 2-3 ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.